കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി അനുവിനെ കൊലപ്പെടുത്തിയത് തോട്ടിലേക്ക് തള്ളിയിട്ട് ചെളിയിലേക്ക് മുഖം താഴ്ത്തിയെന്ന് പോലീസ്. കേസിൽ 2 പേർ അറസ്റ്റിൽ. പ്രധാന പ്രതി കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ. സഹായം നൽകിയ അബൂബക്കർ എന്നിവരുടെ അറസ്റ്റാണ് പേരാമ്പ്ര പോലീസ് രേഖപ്പെടുത്തിയത്. 50ഓളം കേസുകളിൽ പ്രതിയാണ് മുജീബെന്നും പോലീസ് വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ടാണ് അനുവിനെ കൊലപ്പെടുത്തിയ മുജീബ് റഹ്മാനെ കൊണ്ടോട്ടിയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുകയും ബൈക്ക് ഉപേക്ഷിച്ച് എടവണ്ണപ്പാറയിലും സ്വർണം വിൽക്കാൻ ശ്രമിച്ച കൊണ്ടോട്ടിയിലെ ജ്വല്ലറിയിലും എത്തിച്ച് തെളിവെടുക്കുകയും ചെയ്തു. സ്വർണം വിൽപ്പന നടത്താൻ സഹായിച്ചതിനാണ് കൊണ്ടോട്ടി സ്വദേശി അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. തോട്ടിലേക്ക് തള്ളിയിട്ട അനുവിനെ പിന്നീട് പാലത്തിനടിയിലേക്ക് വലിച്ചു മാറ്റിയ ശേഷം ചെളിയിലേക്ക് മുഖം താഴ്ത്തിയാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ്. നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സസ്പിഷൻ വരാൻ മെയിൻ ആയിട്ടുള്ള കാരണം വിക്ടിമിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന സ്വർണം. ദാറ്റ് ഈസ് അവർ മെയിൻ ലീഡ്. കൊണ്ടോട്ടിയിലുള്ള മുജീബ് നമ്മുടെ ഒരു പ്രൈം സസ്പെക്റ്റായി വന്നു. മലപ്പുറം പോലീസിനോട് ഷെയർ ചെയ്തു. അവരുടെ ഇൻപുട്സ് കിട്ടി. അത് പ്രകാരം സൈബർ സെല്ലിന്റെ സഹായത്തോടെയും മലപ്പുറം പോലീസിലെ സഹായത്തോടെയും നമുക്ക് ഇദ്ദേഹത്തിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. ലൊക്കേറ്റ് ചെയ്തിട്ട് പ്രതിയെ നമുക്ക് പിടിക്കാൻ പറ്റി. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് കുടുംബം. തൈറോയിഡിന്റെ ഓപ്പറേഷൻ വേണ്ടി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പൂക്ക് വരമായിരുന്നു. ഞാൻ പുറത്തായിരുന്നു. ഞാൻ വരാൻ നോക്കിയതാണ്. അവള് പറഞ്ഞു, ഏട്ടൻ കാല് സുഖമായിട്ട് വന്നാൽ മതി, ആ കോലത്തിൽ ഏട്ടനെ കണ്ട പറഞ്ഞു വെക്കുകയായിരുന്നു. ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഓനെ കാണിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം പറ്റിയത്. എന്തായാലും പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. ഭർത്താവിന്റെ അടുത്ത് വേഗം എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് അനുവിനെ ബൈക്കിൽ കയറ്റിയത്. ബൈക്ക് പ്രതി മുജീബ് മട്ടന്നൂരിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് പോലീസ് കണ്ടെത്തി. ബൈക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. ബലാത്സംഗം, മോഷണം ഉൾപ്പെടെ 55 കേസുകളിലെ കൊടും ക്രിമിനലാണ് മുജീബ് റഹ്മാൻ. ആഭരണങ്ങൾ കവരാൻ വേണ്ടിയാണ് അനുവിനെ പ്രതി വെള്ളത്തിൽ മുക്കിക്കൊന്നതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. 24 കോഴിക്കോട്.